ഹായ്, മേക്കേജിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തംബ്നെയിലിൽ കണ്ടപോലെ ഇന്ന് മാക്ബുക്ക് പ്രോയുടെ അൺബോക്സിങ് മാത്രമല്ല, ഇതിൻ്റെ റിവ്യൂ കൂടിയാണ്. മാക്ബുക്ക് പ്രോ 2020 13 ഇഞ്ച് മെയ് എഡിഷൻ. മെയ്യിൽ വന്നതാണ്, മെയ്യിൽ ഇറങ്ങിയ 2020, അതായത് ഈ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാക്ബുക്ക് പ്രോ, അതിൻ്റെ റിവ്യൂ ആണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. തംബ്നെയിലിന് വേണ്ടി അറിയാതിരുന്നതാണ്. ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അതിൻ്റെ അകത്ത് പെട്ടിയുടെ അകത്ത് ഒന്നുമില്ല. പെട്ടിയുടെ അകത്ത് തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടാനുള്ളത് നമ്മളുടെ മാക്ബുക്കും ചാർജിങ് കേബിളും അഡാപ്റ്ററും മാത്രമേ ഉള്ളൂ. പിന്നെ 2 ആപ്പിളിൻ്റെ സ്റ്റിക്കറും കൂടി കിട്ടും നമ്മൾ വണ്ടിയിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ വേണ്ടി. ഞാൻ വണ്ടിയിലൊന്നും ഒട്ടിച്ചിട്ടില്ല കേട്ടാ. അപ്പോൾ ഇതാണ് നമ്മളുടെ മാക്ബുക്ക് പ്രോ 2020 ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ. പണ്ട് നമ്മളുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ മാക്ക് തുറക്കാൻ നേരത്ത് ഇവിടെ ആപ്പിളിലെ LED ഒക്കെ തെളിഞ്ഞു വരുമായിരുന്നു. ഇപ്പോൾ ആ പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ അത് ഒരു മിറർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു മിറർ ഫിനിഷ്. അപ്പോൾ ഇത് ഓണാക്കി നോക്കാം. ഇത് അൺബോക്സ് ചെയ്യാൻ മാത്രമൊന്നുമില്ല. ആപ്പിൾ ഒരു ലാപ്ടോപ്പിൻ്റെ ബാഗ് പോലും നമുക്ക് തരത്തില്ല ഫ്രീ ആയിട്ട്. അത് വേറെ കാര്യം. ഇത് ഓണാക്കുമ്പോൾ തന്നെ ഉണ്ടോ, ജസ്റ്റ് ആപ്പിളിൻ്റെ ലോഗോ തെളിഞ്ഞു വരും. പിന്നെ പാസ്വേഡ് അടിക്കാൻ പറ്റും. ഇത് ഞങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിയായിരുന്നു, ഞങ്ങളുടെ ആവശ്യം അതായതുകൊണ്ട് യൂസ് ചെയ്ത് തുടങ്ങി. എന്തുകൊണ്ട് മാക്ബുക്ക് പ്രോ ഞങ്ങൾ എടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം എത്രയേ ഉള്ളൂ, ഫൈനൽ കട്ട് പ്രോയിൽ എഡിറ്റ് ചെയ്യണം. നമ്മളുടെ ഫൈനൽ കട്ട് പ്രോയിലാണ് നമ്മൾ ഉള്ള വീഡിയോ, ഇന്ന് വരെയുള്ള എല്ലാ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം. അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ മെയിനായിട്ട് ഈ ലാപ്പ് എടുത്തതിൻ്റെ കാര്യം തന്നെ ഒരു ട്രാവൽ വ്ളോഗർക്ക് അല്ലെങ്കിൽ ട്രാവൽ ചാനൽ നടത്തുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ക്യാമറയാണ്. അതൊരു നല്ലൊരു ക്യാമറ നമുക്കുണ്ട്, ദൈവം സഹായിച്ച്. രണ്ടാമത്തെ കാര്യം ലാപ്ടോപ്പായിരുന്നു. അതുപോലെ രണ്ടാമത്തെ ടാർഗറ്റായ നമ്മുടെ ലാപ്ടോപ്പ് നമ്മളിതുപോലെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു ടാർഗറ്റ് ഉണ്ട്, അത് വണ്ടിയാണ്. വണ്ടി എത്രയും പെട്ടെന്ന് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് എടുക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോൾ മാക്ബുക്കിനെ കുറിച്ച് നമുക്ക് പറയാം. മാക്ബുക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ളത് ഇതിനൊരു മാജിക് കീബോർഡാണ്. അതാണ് പുതിയത് വന്നിരിക്കുന്നത്. പിന്നെ OS കാറ്റലീനയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പും FCPX ആണ്. പക്ഷേ FCPX എഡിറ്റ് ചെയ്യാൻ നേരത്ത് അത്യാവശ്യം ഹീറ്റ് ഈ ഏരിയയിലുണ്ട്. എത്ര ആപ്പിളിൻ്റെ ആണെന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ല ഹീറ്റ് ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ഹീറ്റ് വരും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിലപ്പോൾ എക്സ്പോർട്ടിന് ഇട്ടതിന് ശേഷമായിരിക്കും തംബ്നെയിലോ ചെയ്യാൻ വേണ്ടി ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോഷോപ്പും ഈ പറഞ്ഞ FCPയും കൂടി ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്യാൻ നേരത്ത് ഭയങ്കരമായിട്ട് ലോഡ് വലിക്കും ഇതിന്. അപ്പോൾ അതിന് നല്ല ഹീറ്റ് അനുഭവപ്പെടും. ഒരു കൂളിംഗ് പാഡ് ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂളിംഗ് പാഡ് നമുക്കിതുവരെ മേടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മേടിക്കാൻ സാധിക്കുമ്പോൾ മേടിക്കാൻ പറ്റുമ്പോൾ പറ്റട്ടെ. അപ്പോൾ ഇതാണ് മാക്ബുക്ക് പ്രോയുടെ പുതിയൊരു, ഇതിനകത്തൊരു എസ്കേപ്പ് കീ വന്നിട്ടുണ്ട്, അതാണ് തോന്നുന്നത് അപ്ഡേറ്റ്. പിന്നെ ഇതുകൊണ്ട് ടച്ച് ബാറും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് എല്ലാ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇവിടെ കൺട്രോൾ ചെയ്യാം എന്ന് അതൊരു ഉപകാരമായിട്ട് എനിക്ക് തോന്നി. ഇവിടെ ഇത് ടച്ച് ID ആണ്. ഇത് നമ്മൾ സ്ലീപ്പിലിട്ട് കഴിഞ്ഞാൽ രണ്ടാമത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ടച്ച് ID കൊടുത്താൽ മതി. അപ്പോൾ ടച്ച് ID കൊടുക്കുമ്പോൾ കയറാൻ പറ്റും. പക്ഷേ ആദ്യമായിട്ട് നമ്മൾ സിസ്റ്റം ഓൺ ആക്കുമ്പോഴത്തേക്കും നമ്മളുടെ പാസ്കോഡ് തന്നെ അടിക്കണം. അത് ഐഫോണിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഇപ്പോൾ മാക്ബുക്കിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇത് ആപ്പിൾ ID വെച്ച് നമ്മൾ ഐഫോണും നമ്മളുടെ ലാപ്പൊക്കെ ആയിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ എന്ത് കാര്യങ്ങളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ ഭയങ്കര ഫാസ്റ്റാണ്. ഒരു ആപ്പിളിൻ്റെ ഒരു ഐഫോണോ അതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ മാക്ക് എടുക്കുന്നത് ഭയങ്കര വർത്തായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല നമ്മൾക്ക് ഈ ഫൈനൽ കട്ടിൻ്റെ സുഖം പിടിച്ചു പോകാൻ കാര്യം എന്ന് പറഞ്ഞാൽ അച്ചുവേട്ടൻ്റെ ഉണ്ടായിരുന്ന സിസ്റ്റം മാക്കാണ്. അപ്പോൾ അച്ചുവേട്ടൻ അതിൻ്റെ എഡിറ്റ് ചെയ്യുന്ന കണ്ട് നമുക്ക് ഫൈനൽ കട്ടിൻ്റെ സുഖം അങ്ങോട്ട് പിടിച്ചു പോയത് കൊണ്ടാണ് മാക്ക് തന്നെ എടുത്തത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സാധനം എടുക്കത്തില്ലായിരുന്നു. ഇത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഞങ്ങളുടെ. 1,43,000 രൂപയാണ് ഇതിൻ്റെ MRP. അത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വർത്താണ്. ഒരു 5 വർഷത്തേക്ക് ഇത് മതി നമുക്ക്, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത്. ഇത് ടെക്നോളജിക്കൽ പരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ടിങ് ഒക്കെ അടിച്ച് വെച്ചേക്കുക. അപ്പോൾ മേക്ക് എ ജേർണി. സൈൻ ഓഫ് ഫ്രം രാഹുൽ ആൻഡ് അച്ചേട്ടൻ.